ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് FMV ഫീൽഡ് മെഷർമെൻറ്റ് ബുക്ക്. FMV എന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഒന്ന് വില്ലേജ് ഓഫീസും അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്നും നമുക്ക് 500 രൂപ അടച്ചു കഴിഞ്ഞാൽ നമ്മുടെ വസ്തുവിൻ്റെ അതിർത്തിയും കാര്യങ്ങളും അറിയുന്ന FMV കാര്യങ്ങളും കിട്ടുന്നതാണ്. FMV കാര്യങ്ങളും ഏറ്റവും കൂടുതൽ നമ്മൾ എന്തിനു വേണ്ടിയാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അതിർത്തി തർക്കങ്ങൾ വരുമ്പോഴും അതുപോലെ തന്നെ ഭൂമിയുടെ യഥാർത്ഥ അതിർത്തി എവിടെയാണെന്ന് അറിയുന്നതിനും പിന്നീട് നിലം പുരയിടമാക്കാനും വസ്തു പുതിയൊരാൾക്ക് വിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ FMV കാര്യങ്ങളും എടുക്കുന്നത്. എങ്ങനെയാണ് നമുക്കെന്നാൽ അപേക്ഷയും കാര്യങ്ങളും കൊടുക്കുന്നത് നോക്കിയാലോ വില്ലേജ് ഓഫീസിൽ FMVയുടെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോമും കാര്യങ്ങളും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. നമുക്കെന്നാൽ നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ കാണുന്നതാണ് നമ്മുടെ FMVയുടെ ഫോം വരുന്നത്. ആദ്യം ഏറ്റവും മുകളിൽ ഫ്രെമും അതിന് താഴെ ടു ആർക്കാണെന്നും ബഹുമാനപ്പെട്ട വില്ലേജ് താലൂക്ക്, വില്ലേജിൽ കൊടുക്കാം, നമുക്ക് താലൂക്കിലെയുണ്ട്. വില്ലേജിൽ കൊടുക്കുവാണെങ്കിൽ വില്ലേജ്, താലൂക്ക് അങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം. ബ്ലോക്ക് നമ്പർ, ഈ ബ്ലോക്ക് നമ്പർ, തണ്ടപ്പേര് നമ്പർ, സർവേ നമ്പർ എന്നിവയൊക്കെ എവിടെ കിട്ടുമെന്ന് എല്ലാവരും ചോദിക്കുകയാണെങ്കിൽ നമ്മളെ കരവടച്ച രസീതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ കരവടച്ചേക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ഫ്രെമും ടൂവും എല്ലാം എഴുതാനുള്ള അഡ്രസ്സും കാര്യങ്ങളും എഴുതേണ്ടത് കേട്ടോ. നമുക്കന്ന് എഴുതിയതിന് ശേഷം ഒന്ന് കാണിക്കാം എങ്ങനെയാണെന്ന്. നമ്മളങ്ങനെ നമ്മുടെ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ടു വില്ലേജ് ഓഫീസർ ശൂരനാട് വടക്ക്. നിങ്ങളുടെ ഏത് വില്ലേജാണോ ആ വില്ലേജ് ഓഫീസാണ് ഇവിടെ എഴുതേണ്ടത്. ബഹുമാനപ്പെട്ട വില്ലേജ് ഏതാണോ അതാദ്യം എഴുതണം. ഇപ്പം നമ്മുടെ ശൂരനാട് നോർത്താണ് വരുന്നത്. വില്ലേജ്, താലൂക്ക്, ബ്ലോക്ക് നമ്പർ എടുക്കുകയാണെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ കരമടച്ച രസീത് എടുക്കുക. കരമടച്ച രസീത് വരുന്നത്, അതിനകത്ത് നമുക്ക് ആദ്യം തന്നെ ബ്ലോക്ക് നമ്പർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ബ്ലോക്ക് നമ്പറാണ് ഇവിടെ ആദ്യം നമ്മൾ എഴുതേണ്ടത്. നമ്മളങ്ങനെ കരത്തിനകത്തുള്ള നമ്മുടെ ബ്ലോക്ക് നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ തണ്ടപ്പേര് നമ്പറാണ്. ബ്ലോക്ക് നമ്പറിന് നേരെ തന്നെ നമുക്ക് തണ്ടപ്പേര് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്കിനി തണ്ടപ്പേര് എഴുതാം. അങ്ങനെ നമ്മുടെ തണ്ടപ്പേര് നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ കാണുന്നതാണ് സർവേ നമ്പർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അഡ്രസ്സിൻ്റെ താഴെയാണ് നമ്മുടെ സർവേ നമ്പർ കാണുന്നത്. സർവേ നമ്പർ ഇപ്പം 301, 305 അങ്ങനെ ഓരോന്ന് കാണും. ഓരോരുത്തർക്കും ഓരോ സർവേ നമ്പറാണ് വരുന്നത്. ആ സർവേ നമ്പറാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഡിവിഷൻ ഏതാണെന്നും കൂടെ കൊടുത്തേക്കണം. നമ്മുടെ സർവേ നമ്പർ വരുന്നത് 314-10 പിന്നെ അതുപോലെ തന്നെ ഈ 10 ചിലപ്പോൾ സബ് ഡിവിഷനും കൂടെ വരും കേട്ടോ. അത് എഴുതണമെന്നില്ല, എല്ലാ FMVക്കകത്ത് എല്ലാം സെയിം ആയിട്ടാണ്. സബ് ഡിവിഷൻ നമ്മുടെ FMVക്കകത്ത് കാണിക്കത്തില്ല. ആ ഫ്ലോട്ട് ഫുള്ളായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത്ര എഴുതി. പിന്നെ നമ്മൾ ഈ FMV എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തരം മാറ്റൽ എന്നുള്ളതും കൂടെ ആണ് കേട്ടോ. അപ്പോൾ ഈ തരം മാറ്റം ഉള്ളതെന്ന് അങ്ങ് വെട്ടിയായിരിക്കണം തരം മാറ്റുന്നത്. അപ്പം സർവേ സ്കെച്ച് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ഇത്രയും കാര്യമുള്ളൂ FMV സ്കെച്ചും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി. തരം മാറ്റൽ നിന്ന് കടന്നാലും കുഴപ്പമില്ല, നമുക്ക് FMV എടുക്കാൻ വേണ്ടി ഈ ഫോം തന്നെ ധാരാളമാണ്. അതിനുശേഷം നമ്മൾ ഡേറ്റ് കൊടുക്കണം, അതിനുശേഷം നമ്മുടെ പ്ലേസ് കൊടുക്കണം, നമ്മുടെ പേര്, നമ്മുടെ ഒപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. FMV നമ്മുടെ വില്ലേജ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ താലൂക്ക് ഓഫീസിൽ നിന്ന് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. 500 രൂപയാണ് നമ്മുടെ ഫീസും കാര്യങ്ങളും FMV കിട്ടാൻ വേണ്ടി സർക്കാരിലോട്ട് അടയ്ക്കേണ്ടത്. നമ്മുടെ FMVയുടെ രസീതും കാര്യങ്ങളും വരുന്നത് കേട്ടോ. നമ്മൾ രസീത് 500 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രസീതാണ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ FMV എന്ന് പറയുന്ന സാധനം. ഇതാണ് നമ്മുടെ FMV കേട്ടോ. നമ്മുടെ വസ്തുവും കാര്യങ്ങളും എവിടെയാണെന്നുള്ള കാര്യം ഇതിനകത്തുള്ള സബ് ഡിവിഷൻ നമ്പർ, ഫീൽഡ് നമ്പർ നോക്കിക്കോ. അതുപോലെ തന്നെ സബ് ഡിവിഷൻ നമ്പർ 3 ആണെങ്കിൽ ആ 3-നകത്ത് സബ് വരുവാണെങ്കിൽ ഇല്ലാത്ത കണ്ടത്തില്ല. ആ ഫുള്ള് പ്രോപ്പർട്ടി 3-നകത്ത് എത്രയാണോ വരുന്നത് അത്രയുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. സബ് ഡിവിഷൻ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ ഒരു സർവേയറെ വിളിക്കുക, പ്രൈവറ്റ് സർവേയറോ അല്ലെങ്കിൽ നമ്മൾ താലൂക്ക് ഓഫീസിലോ പറയാണെങ്കിൽ വസ്തുവും കാര്യങ്ങളും അളന്ന് തരുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ആർഡറും കാര്യങ്ങളുമാണ് കാണാൻ കഴിയുന്നത്. പിന്നെ ഇത് നമ്മൾ പ്രൈവറ്റായിട്ട് പോയി എടുക്കുകയാണെങ്കിൽ ചില വില്ലേജ് ഓഫീസുകളിൽ പ്രിൻ്ററും കാര്യങ്ങളും കാണില്ല. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് എടുക്കണം. അപ്പോൾ അത് വരുവാണെങ്കിൽ ഇത്രയും വലിയൊരു ഇതാണിക്കും വരുന്നത്. നമുക്ക് മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജില്ല ഏതാണെന്ന് കാണും, താലൂക്ക് ഏതാണെന്ന് കാണും, വില്ലേജ് ഓഫീസ് ഏതാണെന്ന് കാണിക്കും, ഫീൽഡ് നമ്പർ കാണിക്കും, ബ്ലോക്ക് നമ്പർ, എത്ര ഹെക്ടർ ആണെന്നുള്ള കാര്യം കൃത്യമായി കാണിക്കും. ഇത്രയാണ് നമ്മുടെ FMVക്കകത്ത് ഫുള്ളായിട്ട് വരുന്നത്. ഈ FMVയെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാമിലോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സർവേ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലമ്പുരയുടെ ഒക്കെ ഉള്ള ഫുള്ള് വർക്കുകളും കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. FMV വർക്കുകൾ, ഓട്ടോ ലെവൽ, ടോട്ടൽ സെഷൻ അങ്ങനെയുള്ള എല്ലാ മെഷീൻ ഉപയോഗിച്ചുള്ള വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കേട്ടോ. എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്ന വരെ ഒരു ചെറിയൊരു ബ്രേക്ക്. ബൈ.